അപ്പൊ ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവന്റെ ഖജനാവും മാത്രമേ വറ്റാത്ത ഖജനാവൂ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും 100 ഹജ്ജിന്റെ പ്രതിഫലം തരുമ്പോഴേക്ക് അള്ളാഹുവിന്റെ ഖജനാവ് കാലിയാകുന്നതൊന്നല്ല. അല്ലാഹു അക്ബറു വ അത്യബു, അല്ലാഹു ഏറെ വിശുദ്ധനും ഏറെ വലിയവനുമാണ്. അല്ലാഹു കൊടുത്താൽ മടുക്കാത്തവനാണ്, മനസ്സിന് മടുപ്പോരാത്തവനാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ ഉടമയാണ്. പടച്ചറബ് കേട്ടോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും നല്ല ഒരു അവസരമാണ് പ്രിയപ്പെട്ട മുസ്ലിമെ ഞാനും നീയും പുറങ്കാലം കൊണ്ട് ഇങ്ങനെ തട്ടിയിടുന്നതല്ലേ. നമ്മളെയൊക്കെ അവസ്ഥ എന്താ? ഞാനും നിങ്ങളും നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോ എന്റെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുന്ന സന്തോഷത്തോടെയാണോ? അല്ല. കാരണം എന്താ? രാത്രി ഭാര്യ ചൊല്ലിത്തന്ന ഉപദേശങ്ങൾ കേട്ട്, രാത്രി നീണ്ട തലയിണ മന്ത്രങ്ങൾ കേട്ട്, രാവിലെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോ, ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ പെറ്റുമ്മയെ മുമ്പിൽ കാണുമ്പോ ഇവന്റെ മാനസികാവസ്ഥ ഈ ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോ സന്തോഷമല്ല, മറിച്ച് എന്റെ പ്രിയപ്പെട്ടവളെ വിഷമിപ്പിച്ച തള്ളയാണല്ലോ ഇത് എന്ന ഒരു ചുറ്റുപാടിലാണ് നോക്കുന്നതെങ്കിൽ ശരിക്ക് ശ്രദ്ധിച്ചോളൂ. അള്ളാഹുവിന്റെ ഹബീബ് ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം നേരം പുലർന്നു വരുമ്പം മാതാപിതാക്കളെ അനുസരിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മൻ അസ്ബഹ മുതീഅൻ ഫീ വാലിദൈഹി അസ്ബഹ ലഹു ബാബാൻ മഫ്തൂഹാൻ മിനൽ ജന്ന വഇൻ കാന വാഹിദൻ ഫവാഹിദാ വമൻ അംസാ ആസിയൻ ലില്ലാഹി ഫീ വാലിദൈഹി അസ്ബഹ ലഹു ബാബാൻ മഫ്തൂഹാൻ മിനൻ നാർ വഇൻ കാന വാഹിദൻ ഫവാഹിദാ ഖാല الرجل وإن ظلماه يا رسول الله قال وإن ظلماه صدق رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരാൾ നേരം വെളുത്തപ്പോൾ തന്നെ മൻ അസ്ബഹ മുതീഅൻ ഫീ വാലിദൈഹി, ഒരാൾ നേരം പുലരുന്നത് അവന്റെ മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ടാണെങ്കിൽ, അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടും അവരെ അനുസരിച്ചുകൊണ്ടുമാണ് ഒരാൾ നേരം പുലരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ, വെളുക്കുമ്പോ അവന് മാതാപിതാക്കളോട് ഇഷ്ടമുണ്ടെങ്കിൽ, മാതാപിതാക്കളെ അനുസരിക്കാൻ അവൻ തയ്യാറാണെങ്കിൽ, അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന, നേരം വെളുക്കുമ്പോ തന്നെ സ്വർഗത്തിൽ നിന്ന് 2 വാതിൽ അവന് വേണ്ടി മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ കാന വാഹിദൻ ഫവാഹിദ, ഒരാളാണെങ്കിൽ ഒരു വാതില്, ഉമ്മനും വാപ്പനെയാണെങ്കിൽ 2 വാതില്, ഉമ്മ മാത്രാണെങ്കിൽ 1 വാതില്. അന്ന് വാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മയേ ഉള്ളൂ ഇപ്പോ, അല്ലെങ്കിൽ ഉമ്മ മരിച്ചിട്ടുണ്ട്, വാപ്പയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ടാവാലോ സാഹചര്യങ്ങൾ. വഇൻ കാന വാഹിദൻ ഫവാഹിദ, ഒരാളാണെങ്കിൽ 1 വാതില്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ ഇരുട്ടുന്ന സമയത്ത്, രാത്രി സമയത്ത്, വമൻ അംസാ ആസിയൻ ലില്ലാഹി ഫീ വാലിദൈഹി അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി മിനൻ നാർ. അതാണ് അവസ്ഥയെങ്കിൽ, മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണെങ്കിൽ അവന് നരകത്തിൽ നിന്ന് 2 വാതിലുകൾ തുറന്നിടുമ്പോ ഇൻകാന വാഹിദൻ ഫവാഹിദ, ഒന്നാണെങ്കിൽ ഒന്ന് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റു. കാരണം ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉള്ളവരുണ്ടാകും. ഈ സദസ്സിലുള്ള പലരും ചോദിക്കുന്നുണ്ടാകും, ഞാൻ ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ട് മാതാവിനെ വെറുപ്പിച്ചവനാണ്, പിതാവിനെ വെറുപ്പിച്ചവനാകൊക്കെ ഇരിക്കുന്ന ഭൂരിപക്ഷത്തിന്റെയും കഥകളായിരിക്കും. നമ്മൾ എവിടെയോ നോക്കി പറയേണ്ടതില്ല, നമ്മുടെയൊക്കെ സ്വന്തം മനസ്സിലേക്ക് ഇങ്ങനെ കടന്നാ മതി. ഓരോരുത്തരും ഇതിന്റെ ഇരകളായിരിക്കും, കുറ്റവാളികളായിരിക്കും. അപ്പോൾ ഉസ്താദേ, എന്റെ വാപ്പയും ഉമ്മയും വല്ലാത്ത ഒരു മുതലാണ്, എന്റെ വാപ്പയും ഉമ്മയും വല്ലാതെ എന്റെ ഭാര്യനെ കഷ്ടപ്പെടുത്തുന്നു. വാപ്പയും ഉമ്മയും ഭാര്യമാരെ കഷ്ടപ്പെടുത്താൻ പാടില്ല, മരുമക്കളോട് നല്ല രൂപത്തിൽ ജീവിക്കണം, അത് വേറെ വിഷയം, നമുക്ക് പിന്നെ പറയാം. സന്തോഷത്തോടെ ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ, മരുമക്കളെ വേലക്കാരികളായി കാണുന്ന ചുറ്റുപാടാണെങ്കിൽ
സ്വന്തം മകൾക്ക് വേറെ ഒരു നിലപാടും മരുമകൾക്ക് വേറെ ഒരു നിലപാടും ഇതൊക്കെ വെച്ചു കൊടുക്കുന്ന ഉമ്മമാരാണെങ്കിൽ അവരതിന്റെ അനുഭവങ്ങൾ ആഖിറത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും, ദുനിയാവിൽ നിന്നും അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തേ, ഇതൊന്നും കാരണമായി നമ്മുടെ വാപ്പയെയും ഉമ്മയെയും വെറുപ്പിക്കാൻ പോകണ്ട. സംഭവം തെറ്റുകുറ്റങ്ങളുണ്ടാകും. ഒരവശമായ പ്രായത്തിലാണ് അവരുള്ളത്. ആ പ്രായത്തിന് അങ്ങനെയൊക്കെ ഒരു ദോഷമുണ്ട്. നമ്മളും അങ്ങോട്ടൊക്കെ നടന്നെടുക്കുകയാണ്. ആ പ്രായത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയും സ്ഥിതി അത് തന്നെയായിരിക്കും. നീ വിചാരിക്കുന്നുണ്ടോ നിന്റെ കെട്ടിയോള് ഇത്ര നന്നായിട്ട് ഉമ്മന്റെ കുറ്റം പറയാൻ വാചാലയായി പെണ്ണില്ലേ? ഈ പെണ്ണ് നന്നാകുന്നു കരുതുന്നുണ്ടോ? നിങ്ങളെ മോൻ കല്യാണം കഴിച്ചാൽ പിന്നെ നിങ്ങളെ ഭാര്യന്റെയും മോന്റെ പെണ്ണുങ്ങളെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നിൽക്കണം. എന്തേ ഇവളെന്തേ നന്നാവാഞ്ഞത്? അമ്മായിമ്മന്റെ കുത്തുകൊണ്ട് നന്നാവുകയാണെങ്കിൽ, പാഠം പഠിക്കുകയാണെങ്കിൽ ഇവിടെ നന്നാവണ്ടേ? ഇല്ല, ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെ തുടർന്നു പോവുകയാണ്. ഇതൊക്കെ പരമ്പരാഗത ശൈലി എന്ന് പറയുന്നത്. അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അത് പെട്ടെന്നൊന്നും തിരുത്തപ്പെടുന്ന സംഗതിയല്ല. ഒരുപാട് അനുഭവിച്ച മരുമക്കളെങ്കിലും തിരുത്തുന്നു തോന്നുന്നു. ഓല അമ്മായിമ്മ പോസ്റ്റ് തിരുത്തുമ്പോൾ അതിലേറെ വലിയ മുറുമുറുപ്പുകാരായിരിക്കും. അങ്ങനെയാ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇവളെ ഈ തിരിപ്പ് കേട്ടിട്ട് ഞാൻ എന്റെ എല്ലാമായ എന്റെ സ്വർഗവും നരകവുമായ എന്റെ മാതാപിതാക്കളെ വെച്ച് കളിച്ചൂടാന്നുള്ളൊരു തീരുമാനം, ആ ഒരു ഇച്ഛാശക്തി ഈ ഇരിക്കുന്ന ഓരോരുത്തരും വീണ്ടെടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിലേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിനോട് ഇത്രയും അധികം പറഞ്ഞപ്പോ നേരം വെളുക്കുമ്പോഴും വൈകുന്നേരമൊക്കെ മാതാവിനോട് സന്തോഷവും വിഷമവും ഒക്കെ ഉണ്ടായാലേ അവർക്ക് സ്വർഗത്തിൽ നിന്ന് വാതിൽ തുറന്നിടും, നരകത്തിൽ നിന്ന് വാതിൽ തുറന്നിടും എന്നൊക്കെ പറഞ്ഞപ്പോ ഒരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, വയും ബലമാഹു യാ റസൂലല്ലാഹ്, ആ ഉമ്മയും ബാപ്പയും ഇവരോട് കൊടിയ അക്രമങ്ങൾ ചെയ്താലോ നബിയേ? ഈ മകനെ വല്ലാതെ ദ്രോഹിച്ചാലോ നബിയേ? ചോദിച്ചതൊരു വട്ടം, ഇതിന്റെ മറുപടി 3 വട്ടം. നബി തങ്ങൾ പറഞ്ഞു, അവനെ അവർ ദ്രോഹിച്ചാലും ശരി, അവനെ അവർ ദ്രോഹിച്ചാലും ശരി, അവനെ അവർ ദ്രോഹിച്ചാലും ശരി, നീ പരിധി വിടരുത്. കാരണം വാപ്പയാണ്, ഉമ്മയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് ഫലപ്പെട്ടെങ്കിലോ എന്ന് കരുതിയിട്ടാ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരാളെങ്കിലും മാറി ചിന്തിച്ചെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. ശരിക്കും ഭാര്യമാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇതിന്റെ ഇടയിൽ കുടുങ്ങലാണ് സാധാരണ. ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സംഗതി എന്താണെന്നറിയോ നിങ്ങൾ? നേരത്തിന് വസ്ത്രമാക്കി കൊടുക്കലോ, നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലോ, അല്ലെങ്കിൽ സ്നേഹജീവിതം സന്തോഷപൂർവ്വം നൽകലോ, അതൊന്നുമല്ല. ഞാൻ പറയുന്നത്, ഒരു ഭാര്യ ഒരു ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഗുണം അവന്റെ ഉമ്മയായിട്ട് ഒത്തുപോകുക എന്നുള്ളതാണ്. അത്ര സന്തോഷമുള്ള ഒരു കാര്യമില്ല. കാരണം ഇത് സാധിക്കുന്നില്ല അധിക വീടുകളിലും. ഇതൊന്നൊരു മരീചികയായി തുടരണം ഇത്തരം ഒരു സന്തോഷകരമായ ഒരു കുടുംബജീവിതം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ കുടുംബത്തിൽ അത് സാധിപ്പിച്ചു തരട്ടെ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ. നിങ്ങളറിയോ, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നു. നബി പറയാ, ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നു. ഭൂമിയിൽ നിൽക്കുന്ന ഹബീബ് പറയാണ്, ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നു. പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ, നിസ്കരിക്കുമ്പോൾ സ്വർഗം കാണുന്നു, സ്വർഗത്തിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഇസ്രാ മിഅ്റാജിന്റെ അന്ന് സ്വർഗത്തിൽ പോകുന്നു, പലതര കാഴ്ചകളും കാണുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ കടന്നു. ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ഫസമിഅതു ഫീഹാ ഖിറാഅതൻ, ആ സ്വർഗത്തിലൂടെ ഞാനിങ്ങനെ നടക്കുമ്പോ സ്വർഗത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് നല്ല മധുരമായ ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ടു. ഫഖുൽതു മൻ ഹാദാ, അപ്പൊ ഞാൻ ചോദിച്ചു, ആരാണ് ഇത്ര സുന്ദരമായ ഈണത്തിൽ ഖുർആൻ ഓതുന്നത് എന്ന് ചോദിച്ചു. ഞാൻ ആരാ പറയുന്നത്? റസൂലുള്ളാഹി പറയാ. ഞാൻ ചോദിച്ചു, ആരാണ്? ഖാലൂ, സ്വർഗത്തെ കാക്കുന്ന മലക്കുകൾ ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹാരിസത്ത് ഇബ്നുൽ നുഅ്മാൻ റളിയല്ലാഹു അൻഹു, ഹാരിസത്ത് ഇബ്നുൽ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. നോക്കണം നിങ്ങൾ, ഈ ഹാരിസത്ത് ഇബ്നുൽ നുഅ്മാൻ അടക്കമുള്ള സദസ്സിനോടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഹാരിസ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വർഗാവകാശിയാണെന്ന് ഉറപ്പുകിട്ടാണ്. അത് ഹാരിസത്ത് ഇബ്നുൽ നുഅ്മാനാണ്. അതാ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ നിന്ന്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് ഹാരിസത്ത് ഇബ്നുൽ നുഅ്മാനാണെന്ന് പറഞ്ഞവർ നിർത്തിയില്ല. വകദാലികുമുൽ ബർറ് വകദാലികുമുൽ ബർറ് കദാലികുമുൽ ബർറ് വകാന ബർറന്നാസി ബി ഉമ്മിഹി. ഇങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവന്റെ അവസ്ഥ. ഇങ്ങനെയാണ്
ജനങ്ങളോട് ഗുണം ചെയ്തവന്റെ അവസ്ഥ ഇദ്ദേഹത്തിന്റെ മാതാവിന് പ്രത്യേകം ഗുണം ചെയ്യുന്നയാളായിരുന്നു. നല്ല സേവനങ്ങൾ അർപ്പിക്കുന്ന ഹിദ്മകൾ അർപ്പിക്കുന്നയാളായിരുന്നു. ഉമ്മനോട് നല്ല സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഖുർആനോദാൻ, സ്വർഗത്തിലിരുന്ന് ഖുർആനോദാനുള്ള ഈ മഹാഭാഗ്യം ഇദ്ദേഹത്തിന് കിട്ടിയത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ട ഈ ഭാഗ്യം ഇത് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തേ 4 കൊല്ലത്തെ ജീവിതത്തിന് വേണ്ടി, അല്ലെങ്കിൽ 10 കൊല്ലത്തെ ജീവിതത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരുത്തിക്ക് വേണ്ടി ഉണ്ടാവാൻ പാടില്ല. അത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഭാര്യനെ ഉമ്മനെയും വെറുപ്പിക്കാത്ത രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം പല വീട്ടിലെയും പ്രശ്നം ഉമ്മമാർ തന്നെ ആയിരിക്കും. അത് വലിയൊരു പ്രതിസന്ധിയുമാണ്, പ്രശ്നവുമാണ്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിപ്പോ നമ്മളെ ഭാര്യ അമ്മായിമ്മയാകുമ്പോഴുണ്ട് എന്നല്ല, ഇതിങ്ങനെ വസിയത്ത് ചെയ്ത് ഏൽപ്പിക്കും പോലെയാണ്, തുടർന്ന് ഇങ്ങനെ പോവുകയാണ്. ഈ അമ്മായിമ്മ മരിക്കാൻ നേരത്തെ മരുവളെ വിളിച്ചിട്ട്, മോളെ ഞാൻ നിന്നോട് കാട്ടിയതൊക്കെ നിന്റെ മരുമകൾക്ക് പലിശ സഹിതം തിരിച്ചു കൊടുത്തോന്ന് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചതാണോ തോന്നും. ആ രൂപത്തിൽ അത് തുടർന്നു പോകണം. ഇതൊന്നും എടുത്തു കളയാൻ കഴിയാത്ത പരമ്പരാഗത ശൈലികളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം തിരുത്താൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. എങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മാതാപിതാക്കളോട് നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ചെറിയ ഒരായത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. ആ ആയത്തിലെല്ലാം ഉണ്ട്. ഈ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പരിഗണന അർഹിക്കുന്നത് എപ്പോഴാണ്? പ്രായമായി കിടപ്പിലാകുന്ന സമയത്തല്ലേ. അതുകൊണ്ട് തന്നെ വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നു. എന്താ തുടങ്ങുന്നത്? വഖദാ റബ്ബുക, ഹബീബേ അങ്ങയുടെ റബ്ബിന്റെ തീരുമാനമാണ്. നമുക്കൊക്കെ അത് ബാധകമാണ്. മനുഷ്യ, നിന്റെ രക്ഷിതാവിന്റെ ഫൈനൽ തീരുമാനമാണ്. വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. റബ്ബ് ഒരു കാര്യം വിധിച്ചു, റസൂൽ ഒരു കാര്യം വിധിച്ചു എങ്കിൽ റളീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കാനേ മാർഗുള്ളൂ. പിന്നെ നമുക്കതിൽ ഖിയറത്തില്ല. ഖുർആൻ പറഞ്ഞതാ, പിന്നെ നിങ്ങൾക്കതിൽ ചോയ്സ് ഇല്ല. പടച്ചവനൊരു കാര്യം അങ്ങോട്ട് ഇതാ ഖല്ലല്ലാഹു റസൂലുഹു, അല്ലാഹു റസൂൽ ഒരു കാര്യം വിധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ ചോയ്സ് ഇല്ല. എന്നെ നിങ്ങൾ അനുസരിച്ചോളൂ. തീരുമാനമായിട്ട് പ്രഖ്യാപിക്കാൻ പടച്ചവന്റെ തീരുമാനമാണ്. എന്ത്? അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധിഷ്ഠിതമായി ജീവിക്കണം. അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. തൗഹീദിന്റെ വാഹകരായി മാറണം. ആണ് അല്ലാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകി. നമ്മൾ മുവഹ്ഹിദീങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നല്ല ബന്ധം പുലർത്തുകയും വേണം. അവരെ ആരാധിക്കല്ല, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, നല്ല ബന്ധം പുലർത്തണം. വബിൽ വാലിദൈനി ഇഹ്സാനാ. അപ്പൊ അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് അല്ലാഹു പറയുന്ന ഭാഗമാണ് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നല്ല ബന്ധം പുലർത്തണമെന്ന്. എന്നിട്ട് അല്ലാഹു പറയുന്നു ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഒന്നിരിക്കൽ ആ വാപ്പയോ ഉമ്മയോ ആരെങ്കിലും ഒരാൾ വാപ്പയോ ഉമ്മയോ രണ്ടാലൊരാള് നിന്റെ അടുത്ത് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ പിടിപെട്ട് കിടന്നേക്കാം. ഔകിലാഹുമ, അല്ലെങ്കിൽ രണ്ടാളും കിടന്നേക്കാം. ഈ ബെഡിൽ ഉമ്മയും ആ ബെഡിൽ വാപ്പയും ഒപ്പം കിടന്നേക്കാം. ഇതെന്നെ പറഞ്ഞത് രോഗാകുമ്പോൾ മാത്രം നോക്കിയാൽ മതിയോ മാതാപിതാക്കളെ? അപ്പൊ മാത്രം അവരോട് നല്ല ബന്ധം മതിയോ? എന്തിനാ ഇത് പറഞ്ഞത്? ഈ സമയത്താണ് നമുക്ക് വാപ്പനും ഉമ്മനും വേണ്ടാതാവുക. അതുകൊണ്ടാണ് അവിടെ ഉണർത്തിയത്. അവിടെ പ്രത്യേക പരിഗണന ലഭിക്കേണ്ട സമയമാണ്. അവർ നിന്റെ പരിഗണന ആവശ്യപ്പെടുന്ന സമയമാണ്. ചെറുപ്പത്തിൽ നമുക്ക് മാതാപിതാക്കളോട് കുഴപ്പമില്ല. ഇനി മാതാപിതാക്കൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നതും വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനി നമ്മളെ ഭാര്യക്കും കുറച്ചൊക്കെ കുറുമ്പും കുശുമ്പും ഒക്കെ പറഞ്ഞാലും ഉമ്മ ഒരു ദിവസം പുരയിലില്ലെങ്കിൽ പോലെ ആ വിഷമം ഇങ്ങനെ പറയും, ഉമ്മല്ലാഞ്ഞിട്ടൊന്നും ഒരു മട്ടാകണില്ല. അത് വേറെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഏറ്റി നടക്കാനും അവരെ വൃത്തിയാക്കാനും അങ്ങനെ തുടങ്ങിയിട്ട് വീട്ടിലെ പല കാര്യങ്ങളും ഈ ഉമ്മയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അന്നൊന്നും കുഴപ്പമുണ്ടാവില്ല. കുഴപ്പമുണ്ടാകല എപ്പോഴാ? കിടപ്പിലായി ആ സമയത്ത് ആ ഉമ്മനെ നന്നായി നോക്കേണ്ടത് ആ സമയത്ത് നിന്റെ ഭാര്യക്കാവൂല. അപ്പൊ പഴങ്കഥകളൊക്കെ എടുത്തു വെച്ചു. നീ അതിനനുസരിച്ച് നിന്റെ ഉമ്മനോടും ഉപ്പനോടും പെരുമാറാൻ തുടങ്ങി. പാടില്ല. ഒരാള് കിടപ്പിലായാൽ തന്നെ വാപ്പയോ ഉമ്മയോ ഒരാൾ കിടപ്പിലായാൽ മതി. അവരെ പരിചരിക്കണമെങ്കിൽ നല്ല വിഷമം. എന്നാൽ ഒരു സ്റ്റെപ്പും കൂടെ ഖുർആൻ തരാം. ഔകിലാഹുമാ, അല്ലെങ്കിൽ രണ്ടാളും ഒപ്പം കിടന്നേക്കാം. കാരണം എന്താ? അത് വളരെ സങ്കീർണമാണ്. അത് നോക്കാം. കാരണം വാപ്പ കിടപ്പിലായി ഉമ്മ അവിടെ ഉണ്ടെങ്കിൽ കുറെ സമാധാനം. ഉമ്മ ഏറ്റവും ഒരു ഭാഗം.
നല്ലൊരു ഭാഗം വാപ്പി ഉമ്മി ഒരുമിച്ചങ്ങോട്ട് കിടന്നാൽ ഫുൾ ഉത്തരവാദിത്വം നമ്മുടെ തലയിലാണ്. ഇങ്ങനെ വരുമ്പോ ഇവരെ ശുശ്രൂഷിക്കുമ്പോൾ മടുക്കാത്തവരില്ല. ഖുർആന്റെ ആയത്തുകൾ ചർച്ച ചെയ്യുമ്പോൾ കാര്യങ്ങൾ പറയണമല്ലോ ഉള്ളത്. എത്ര സ്നേഹമുള്ള കുട്ടിക്കും എത്ര സ്നേഹമുണ്ടെന്ന് സങ്കല്പിച്ചോ. എത്ര വലിയ ചക്കരയാണെങ്കിലും കുറച്ചങ്ങ് നോക്കിയാ വെറുക്കാത്തൊരു കുട്ടി ഉണ്ടാകൂല. ചുരുക്കം ചില ആളുകളെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാനിപ്പോഴും ആലോചിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ, അയാള് 6-7 കൊല്ലം ഉമ്മ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കാൻ ഒരു അനക്കം പോലുമില്ല. വാട്ടർ ബെഡിൽ ഇങ്ങനെ കിടക്കാൻ കുറെ കാലമായി. ഉമ്മയുടെ ശരീരങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ആ ഉമ്മനെ പോലും പലപ്പോഴും നിങ്ങളൊന്ന് ദുആ ചെയ്യിപ്പിച്ചോ എന്ന് പലരും അദ്ദേഹത്തോട് ചോദിക്കുമ്പോ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞു. ഖൈറ് പോലെ ആക്കാൻ ദുആ ചെയ്യാം. വഫാത്ത് ഖൈറാണെങ്കിൽ ആ ഉമ്മക്ക് കഷ്ടപ്പാടില്ലേ, വഫാത്ത് ഖൈറാണെങ്കിൽ വഫാത്ത് ഖൈറാവട്ടെ എന്ന് പറയാം. പക്ഷേ ആ വാപ്പ സ്വന്തം മകൻ കൈകൊണ്ട് കാഷ്ടവും മൂത്രവും വൃത്തിയാക്കി ഒരു മടുപ്പുമില്ല വർഷങ്ങളായിട്ടും പറയുന്നു അങ്ങനെ ദുആ ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ പറയുന്നത് അങ്ങനത്തെ മക്കള് വളരെ വളരെ കുറവായിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രണ്ടും കൂടെ ഒരുമിച്ച് വാപ്പയും ഉമ്മയും അങ്ങ് കിടപ്പിലായാൽ അവരെ പരിപാലിക്കണമെങ്കിൽ നല്ല പ്രയാസമുണ്ട്. ആ സമയത്ത് അവരെ പരിപാലിച്ച് മടുക്കുമ്പോൾ ഉമ്മ കാഷ്ടിച്ചു, മൂത്രിച്ചു, സങ്കല്പിക്കുക, മൂത്രിച്ചത് വൃത്തിയാക്കി പുതിയ ഡ്രസ് നമ്മൾ ധരിപ്പിച്ചു കൊടുത്തു, ബെഡ്ഷീറ്റ് മാറ്റി അതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ കിടത്തി. ആ നേരത്തെ മൂത്രിച്ചിട്ട കഷ്ണങ്ങളൊക്കെ എടുത്ത് വിരിപ്പുകളൊക്കെ എടുത്ത് കൊണ്ടുപോയി ബാത്റൂമിൽ എറിഞ്ഞു. നമ്മൾ ഉമ്മന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. ആ സമയത്ത് വീണ്ടും ഉമ്മ മൂത്രിച്ചിരിക്കുന്നു. എത്ര സ്നേഹമുള്ള കുട്ടിയുടെ മനസ്സിൽ നിന്നും നാക്കിൽ നിന്നും മനസ്സിൽ നിന്നല്ല നാക്കിൽ നിന്നും അറിയാതെ വരുന്ന ഒരു ശബ്ദമുണ്ട്. അതെന്താ? അത് മനസ്സറിഞ്ഞ് പറയുന്നതല്ല, മനസ്സറിഞ്ഞ് പറയുന്നതാണെന്ന് കരുതരുത്. ഈ ആയത്തിൽ അല്ലാഹു 3 സംഗതികളാ പറഞ്ഞത്. വാപ്പയും ഉമ്മയും കിടപ്പിലായാൽ അവരോട് നീ എന്ന വാക്കുപോലും പറഞ്ഞു പോകരുത്. ഇത് മനസ്സറിയാതെ പറയുന്ന വാക്കാണ്. മനസ്സറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ നാക്കിലൂടെ വന്നു പോകുന്നതാണ്. അതുപോലും നിയന്ത്രിക്കണേ. മനസ്സറിയാതെ വരുന്ന വാക്കുപോലും നിയന്ത്രിക്കണേ. മനസ്സറിഞ്ഞിട്ട് പറയുന്നത് അതാര്? നമ്മളെപ്പോലത്തെ ആളുകൾ. ഇതിപ്പോ നമ്മളെപ്പോലത്തെ ആളുകളുടെ ഉദാഹരണമല്ല ഈ പറഞ്ഞത്. ഫലാത്തക്കുല്ലഹുമാ ഉഫ്ഫി എന്ന് പറഞ്ഞു. അത് മനസ്സറിയാതെ അങ്ങോട്ട് ഗതിമുട്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു പോകുന്ന വാക്കാ. അതുപോലും പറയുന്നത് കരുതണേ. വന്നു പോകുന്നത് ശരിക്ക് കരുതണം. പിന്നെ വലാ തൻഹർഹുമാ, അതാണ് മനസ്സറിഞ്ഞ് പറയുന്ന വാക്ക്. വലാ തൻഹർഹുമാ, കർക്കശമായ രൂപത്തിൽ വാപ്പനോട് ഉമ്മനോട് സംസാരിക്കുക, ചെറി പറയാം. അതാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നന്ദി കെട്ട മക്കളുണ്ടല്ലോ, നമ്മളെപ്പോലത്തെ മക്കള് ഉമ്മയും വാപ്പയും കിടപ്പിലാകും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ആർക്കത് നോക്കാനാവുക? വല്ല വൃദ്ധസദനങ്ങളും കിട്ടിയാൽ കൊണ്ടുപോയിടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് മാറ്റി തന്നിട്ടേ ഉള്ളൂ ഡ്രസ്സ്, ഇപ്പോഴങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് വീണ്ടും പാർട്ടിയോ തള്ളേ എന്ന് ചോദിക്കുന്ന ചോദ്യം. നമ്മുടെ ഒറിജിനൽ ഭാഷയും ഒറിജിനൽ ശൈലിയും ഒക്കെ പുറത്തു വരുന്ന ഒരു സമയമാണോ ഇത്? ചോദിച്ചിട്ട് ഉമ്മനങ്ങട്ട് ചടപ്പിക്കുക, വാപ്പനങ്ങട്ട് ചടപ്പിക്കുക. ഈ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വലാ തൻഹർഹുമാ, മനഃപൂർവ്വം നിങ്ങൾ അവരോട് കർക്കശ ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല. അത് മനഃപൂർവ്വമുള്ള സംസാരം, അത് നന്ദി കെട്ട മക്കള്. ആദ്യത്തേത് പോലും പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എന്തായാലും പറഞ്ഞു പോകരുത്. വലാ തൻഹർഹുമാ. പിന്നെയോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഉസ്താദേ എന്തെങ്കിലും ഒന്ന് പറയാനാ പറ്റുമോ? അല്ലെ, അങ്ങനെ ഉണ്ടാവുമല്ലോ. നമുക്കിതിങ്ങനെ പാത്തിയിട്ടാ മതി, മൂത്രിച്ചിട്ടാ മതി, ഇത് ശുദ്ധിയാക്കേണ്ടത് ഞാനല്ലേ. അപ്പൊ എന്തായാലും മടുക്കൂല ഉസ്താദേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകൂലേ? അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലേ നിന്റെ കൽബടങ്ങൂ. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, ഖുർആൻ പറഞ്ഞു. അവിടെയാണ് കരീമായ വാക്ക് എന്ന് പറഞ്ഞാൽ ആർദ്രതയുള്ള വാക്കുകൾ ഉപയോഗിക്കണം. നീ പറഞ്ഞു എന്നാവട്ടെ, പക്ഷെ പറഞ്ഞത് ഉമ്മന്റെ ഉപകാരത്തിന് വേണ്ടിയാണെന്ന് തോന്നണം. അത്തരത്തിലുള്ള വാക്കുകൾ, ഉമ്മന്റെ പക്ഷത്തു നിന്നാണ് സംസാരിച്ചതെന്ന് തോന്നണോ? അത്തരത്തിലുള്ള വാക്കുകളാ വരേണ്ടത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ.
ഇത് മൂന്നാം വിഷയം. ഒരേ സംഗതിക്ക് വരുന്ന 3 വിഷയങ്ങളാണ്. എന്താ ഖുർആന്റെ ആ ശൈലി നോക്ക് നിങ്ങൾ. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. 3 തുടർന്നാ പറയുന്ന ഒറ്റ വിഷയത്തിൽ 3 ശൈലികൾ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, സ്നേഹമുള്ള വാക്ക് പ്രയോഗിക്കുന്ന ഈ ഉമ്മനോട്. അതെങ്ങനെയാ? ഇങ്ങനെ മൂത്രമൊഴിച്ചൊരു ഉമ്മനോട് വന്നിട്ട് തട്ടിക്കയറരുത്, എന്റെ വിരിപ്പരപ്പാക്കി, എന്റെ ബെഡ്ഷീറ്റ് അരപ്പാക്കി, എനിക്ക് തന്നെ ആ പണി, ഇങ്ങനെ ചോദിക്കരുത്. മറിച്ച് ഉമ്മ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിരിച്ചു തന്ന വിരിപ്പ്, ഉമ്മ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം മുഷിഞ്ഞല്ലോ ഉമ്മ, ആ വസ്ത്രം വീണ്ടും മുഷിഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പോൾ തന്നെ മൂത്രമൊഴിച്ചതുകൊണ്ട് വീണ്ടും മുഷിഞ്ഞില്ലേ ഉമ്മ, നിങ്ങളുടെ വസ്ത്രം ഒന്ന് ശുദ്ധമായി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഉടനെ തന്നെ പുതിയത് മാറ്റിക്കൊടുക്കുക. അപ്പൊ ഉമ്മക്ക് തോന്നുന്നു, മോൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സ്നേഹത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്. നിന്റെ ഗൃഹപ്രവേശം കഴിഞ്ഞു, വീട് കുടിയിരുന്നു, ആദ്യമായിട്ട് വീട്ടിലേക്ക് കയറിയിരുന്നു, പിറ്റേന്ന് നിന്റെ വാപ്പ നിന്റെ വീട്ടിൽ വരുന്നു. ഈ ഉദാഹരണം പറയുന്നത് ഓരോ മക്കളുടെയും തലക്ക് പിടിക്കാനാണ്. നിന്റെ വീട്ടിലേക്ക് കയറി വന്നു ഉപ്പ, ഇത്രയും സ്ഫടിക സമാനമായ മാർബിളുകൾ കണ്ടിട്ടില്ല, ഗ്രാനൈറ്റ് വിരിച്ച അകം കണ്ടിട്ടില്ല. നിന്റെ വീട്ടിൽ വന്നു, വീടിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് വാപ്പ, എന്റെ മോനെടുത്ത വീട്. സന്തോഷം ഉണ്ടാകും വാപ്പമാർക്ക്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഓഫീസ് റൂമിൽ കയറി നിങ്ങളുടെ ഷോക്കേഴ്സില് അതാ നിരന്ന് കിടക്കുന്ന നല്ല അലങ്കാര വസ്തുക്കള്, ആ അലങ്കാര വസ്തുക്കളൊക്കെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിനുള്ളിൽ ഒരു ഫ്ലവർ വെച്ചിരിക്കുന്നു. അത് 4 ഭാഗവും പിടിച്ച 4 രൂപമാണ്. ഇതിങ്ങനെ കയ്യിലെടുത്ത് ഈ ഫ്ലവർ ഇങ്ങനെ തിരിച്ചും മറിച്ചും വാപ്പ ഇങ്ങനെ നോക്കുകയാണ്. കാരണം കണ്ണു മുളച്ചിട്ട് ഇത്തരം കൗതുകങ്ങളൊന്നും വാപ്പ കണ്ടിട്ടില്ല. അതിനിടയിലാണ് അറിയാതെ ആ സാധനം നിലത്തേക്ക് അങ്ങോട്ട് വീണുപോയി, മാർബിൾ തറയിലങ്ങ് വീണു. ഉടനെ തന്നെ അത് പൊട്ടി തകിട് പൊടിയായി. അപ്പോഴേക്കും വാപ്പ വന്ന സന്തോഷത്തിൽ വാപ്പക്കൊരു സേമാനി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാര്യന്റെ അടുത്തേക്ക് അടുക്കളയിലേക്ക് പോയതാ മോന്. ഇത് കയ്യിൽ നിന്നങ്ങോട്ട് വീണു. ഈ ശബ്ദവും കേട്ടു. അപ്പോഴേക്ക് അവൻ ഓടി വരുന്നുണ്ട്. അവന്റെ വരവ് കേട്ടപ്പോഴേക്ക് വാപ്പ ഇങ്ങനെ വിറച്ചു നിൽക്കുക. എന്താ കാരണം? പടച്ചോൻ എന്റെ അയമ്മൂട്ടി, അല്ലെങ്കിൽ തന്നെ ആള് സുഖല്ല. ഇങ്ങനെ ഒന്ന് സംഭവിച്ചതുകൊണ്ട് ഇനിയിപ്പോ എന്തൊക്കെയാ പറയാന്നുള്ളത് ഒരു പിടുത്തമില്ല. അപ്പോഴവൻ ഓടി വന്നിട്ട് വാപ്പാന്റെ കാലിന് തട്ടിയോ എന്ന് ചോദിക്കണം. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, വഖുല്ലഹുമാ ഖൗലൻ കരീമാ. വാപ്പന്റെ കാലിന് തട്ടിയോ വാപ്പ, അല്ലാതെ എന്റെ മാർബിള് അത് മുഴുവനും നാശാക്കി അല്ലേ? അതിനെത്ര ബലാന്ന് നിങ്ങൾക്കറിയോ? അതെന്റെ ഈ ശൈലിയല്ല. ഇത് മാറ്റിവെക്ക്. എന്നിട്ട് വാപ്പന്റെ കാലിന് തട്ടിയോ, അത് വിഷയമല്ല, വാപ്പ മാറ്റിവെക്കാം. വാപ്പന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുക. ഇതാണ് വഖുല്ലഹുമാ ഖൗലൻ കരീമാ. എന്നാൽ അപ്പൊ വന്ന ഒരു മുൻദേശത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാം, ആ പറയുന്നതും സന്തോഷമുള്ള വാക്കുകളാക്കി മാറ്റണം. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. ഇതിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ സോപ്പിടുക എന്നൊക്കെ പറയാറുണ്ട്. ഈ നമ്മുടെ പ്രയോഗം തന്നെയാണ്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. ആർദ്രത തുളുമ്പുന്ന വാക്കുകൾ, സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ, അതായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയേണ്ടത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. മാതാപിതാക്കളോട് നന്ദി കെട്ടുപോകുന്ന മക്കളാകരുത് കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എങ്കിൽ ശരിയാണ്, മാതാപിതാക്കളെ വേണ്ടത്ര പരിചരിക്കാൻ കഴിഞ്ഞില്ല. പ്രഭാഷണം കേട്ടപ്പോഴാണ് ബോധോദയം വരുന്നത്. ഞാൻ വെറുതെ ചെറിയ കേസുകൾ മുമ്പിൽ വെച്ച് വാപ്പനെയും ഉമ്മനെയൊക്കെ വെറുപ്പിച്ചു വിട്ടു. അവർ മരിച്ചു മണ്ണായി പോയി. ഇനി എന്ത് ചെയ്യും? വല്ല പരിഹാരവുമുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ഈ സദസ്സിലുണ്ടാകും. അവർക്ക് വിഷമമുണ്ടാകുമല്ലോ. ഇവർക്ക് പരിഹരിക്കാൻ മാർഗമല്ലല്ലോ. ഉള്ളവർക്ക് മുമ്പിൽ മാർഗമുണ്ട്. വാപ്പയും ഉമ്മയുമായിട്ട് പിണങ്ങി നിൽക്കുന്നവൻ ഇന്ന് തന്നെ കയറിച്ചെല്ല്. 6 കൊല്ലം മുമ്പോ 7 കൊല്ലം മുമ്പോ തറവാട്ടിൽ നിന്ന് പിരിച്ചു നട്ട ജീവിതം പിന്നീട് തറവാട് കെണി പോലും കണ്ടിട്ടില്ല. എങ്കിൽ എല്ലാ ഹെഡ് വെയ്റ്റുകളും തലക്കരങ്ങളും ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ വയറ് കഴിഞ്ഞ് ഇന്ന് തന്നെ അങ്ങ് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വാപ്പനോട് സലാം പറ. ഉമ്മനെ കെട്ടിപ്പിടിച്ച് കരയും. മാതൃത്വം പൊറുക്കാത്ത, മാതൃകോടതി പൊറുക്കാത്ത ഒരു തെറ്റുമില്ല കേട്ടോ. ഇത് മനസ്സിലാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉമ്മനോട് പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയോ?
വാപ്പനോട് പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയോ? ലൈലത്തുൽ ഖദറിൽ അന്ന് പൊറുക്കൂല എന്ന് പറഞ്ഞ ടീമാണ് ആക്കുല്ലി വാലിദൈ. മാതാപിതാക്കളെ വെപ്പിച്ചതിന് ലൈലത്തുൽ ഖദറിൽ നേരം വെളുക്കോളൂ ഇത്തികാഫ് ഇരുന്നിട്ട് കാര്യമില്ല. ഇത്തികാഫിൽ ഇൽഫയൊക്കെ നമ്മൾ സംഘടിപ്പിക്കും. പ്രവർത്തകരായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ദീനീ കാര്യങ്ങളിലൊക്കെ നമ്മൾ സജീവമാണ്. പക്ഷേ വാപ്പനും ഉമ്മനും വെറുപ്പിക്കണ്ട. നേരം വെളുക്കോളൂ ഇത്തികാഫ് ഇരുന്നിട്ട് അന്നത് കേൾക്കൂല. കാരണം വത്തഖുല്ലാഹല്ലദീ തസാഅലുന ബിഹി, അള്ളയായിട്ടുള്ള ബന്ധം നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രമല്ല എന്ന് പറഞ്ഞത്. ബന്ധങ്ങൾ പൊട്ടിപ്പോകുന്നത് കരുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബന്ധങ്ങളിൽ സുപ്രധാനമായ ബന്ധം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധാണ്. പകരം വെക്കാനില്ലാത്ത ബന്ധാണ്. ഒരു മോൻ ലെവലില്ലെങ്കിൽ വേറെ ഒരു മോൻ ലെവലുള്ളതുണ്ട് എന്ന് കരുതാ. അല്ലെങ്കിൽ എല്ലാ കുട്ടിയെ അനുസരിക്കൂലെങ്കിൽ ഇനിയൊരു കുട്ടി ഉണ്ടാകുമോ എന്ന് നോക്കാം. ഉള്ള പെണ്ണ് കൊള്ളൂലെങ്കിൽ വേറൊരു പെണ്ണ് മാറ്റിവെക്കാൻ പറ്റുമോ നോക്കാം. പക്ഷേ ഉമ്മയും ബാപ്പയും മാറ്റിയിട്ട് വേറൊന്നും ഉണ്ടാക്കാൻ പറ്റുമോ സഹോദര? ഇത് കാശ് കൊടുത്തിട്ട് കിട്ടൂല. ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല, അല്ലാഹു തന്നതാണ്. വലിയ ഭാഗ്യമാണ് നല്ല മാതാപിതാക്കൾക്ക് ജനിക്കാൻ കഴിയാതെ പറഞ്ഞത്. പഠിച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണല്ലോ. ഞങ്ങളിതൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ വിഷമമുണ്ട്. കാരണം ഇതൊന്നും കാണാനും ഞങ്ങളെ കാണാനും ആസ്വദിക്കാനൊന്നും ഇല്ലാതെ അവർ ഖബറിൽ കിടക്കും. റമദാനിന്റെ ബർക്കത്തുകൊണ്ട് അവരുടെ പാപം പൊറുക്കണമല്ല, അവരുടെ പാപം പുറത്തു കൊടുക്കണമല്ല. നാളെ മാതാപിതാക്കളും മക്കളും കെട്ടിയോളും കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ച് സ്വർഗത്തിൽ ഇരിക്കുന്നു. സൂറത്തുൽ റാഅദിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണമല്ല. ഞങ്ങൾക്ക് ആ മഹാഭാഗ്യം നീ നൽകണമല്ല, നീ നൽകണമല്ല, നീ നൽകണമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ഏതായാലും വെറുപ്പിച്ചു പോയവർക്ക് ഇനി പരിഹരിക്കാൻ വല്ല മാർഗമുണ്ടോ? അല്ലാത്തവരെന്ന് പോയി നന്നാവുക. നമുക്ക് നന്നാവാം. പടച്ചവന്റെ തൃപ്തിക്ക് മുമ്പിൽ എല്ലാ തലക്കരങ്ങളും നമുക്ക് ഇറക്കി വെക്കാം. കുറച്ച് കുറയേണ്ടി വരും, തോൽക്കേണ്ടി വരും, തോറ്റുകൊടുക്കേണ്ടി വരും, ഒക്കെ ആവാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, മരിച്ചുപോയ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഇനി വല്ല മാർഗമുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നു മാർഗം. അനസ് ഇബ്നു മാലിക് പറയാൻ, ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നൽ അബ്ദ ലയമൂതു വലിദാ, ഒരു മനുഷ്യന്റെ മാതാപിതാക്കൾ മരിച്ചു പോകുന്നു. ഔ അഹദുഹുമാ, അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ മരിച്ചു പോകുന്നു. വഇന്നഹു ലഹുമാ ലആഖ്, അവൻ അവരെ വെറുപ്പിച്ചവനാണ്. അവൻ അവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കെ വാപ്പയുമ്മയായിട്ട് നല്ല ബന്ധത്തിലല്ല. അപ്പോഴാണ് വാപ്പ മരിച്ചത്, ഉമ്മ മരിച്ചത്, അല്ലെങ്കിൽ രണ്ടാളും മരിച്ചത്. എങ്കിൽ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി പറഞ്ഞു, ഫലാ യസാലു യദൂലഹുമാ, അവർക്ക് രണ്ടാൾക്കും വേണ്ടി ആ മോൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കട്ടെ. വയസ്തഗ്ഫിറു ലഹുമാ, മാതാപിതാക്കളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് അപേക്ഷിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഹത്താ യസ്തുബഹുല്ലാ, അല്ലാഹു അവനെപ്പറ്റി രേഖപ്പെടുത്തി വെക്കുന്നത് വരെ മാതാപിതാക്കളോട് അനുസരണമുള്ള കുട്ടി എന്ന് അവസാനം റെക്കോർഡ് അങ്ങോട്ട് രേഖപ്പെടുത്തും. അതുവരെ ദ്വാരക്കുവാൻ. അത് ഏതുവരെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ മരിക്കോളും ദ്വാരക്കന്നെ, മരിക്കോളും ദ്വാരക്ക, നമ്മൾ മരിക്കോളും ദ്വാരക്ക. അതിന് വാപ്പാന്റെ ഖബറെവിടെയെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദര? ഉമ്മന്റെ ഖബറെവിടെയെന്നറിയോ? ഖബർ എന്നുള്ള വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് പറ്റിയെങ്കിൽ ഞാൻ പറയാം. വാപ്പന്റെ ഖബർ എവിടെ, ഉമ്മന്റെ ഖബർ എവിടെയെന്ന് അറിയാത്ത പലരും ഹജ്ജിന് പോകാൻ സമയത്ത്, അല്ലെങ്കിൽ ഗൾഫിലേക്ക് യാത്ര തിരിക്കാൻ സമയത്തൊക്കെ ഉസ്താദിനെ കൊണ്ടുപോയി ദ്വാരപ്പിക്കാൻ സമയത്ത് വാപ്പന്റെ ഖബറുകൾ എന്ന് കൊണ്ടിരുന്നു. ഉസ്താദെ എവിടെയാ? അവൻ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു കളി, ഇതറിയാത്തൊരു കളി അവൻ കളിക്കുന്നുണ്ട്. എവിടെയാ വാപ്പന്റെ ഖബർ? ഇവിടെ അങ്ങനെ ആയിട്ടായിരുന്നു എന്ന് പറയും. അറിയില്ല, എന്നും പോയെങ്കിലേ അറിയുള്ളൂ. അല്ലെങ്കിൽ 4 ഖബറുകൾ ഇങ്ങനെ വന്നാൽ മാറിപ്പോകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വാപ്പന്റെയും ഉമ്മന്റെ അടുത്ത് ജുമുഅ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നമ്മുടെ പള്ളിക്കാട്ടിൽ അവർ കിടക്കുന്നതെങ്കിൽ അവിടെ നിന്ന് കയറാതെ പോരരുത്. ഒന്ന് പോകണം. എന്നിട്ട് ആ വാപ്പന്റെ ഉമ്മന്റെ ഖബറുകളിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്ക്. ഖബറുകൾക്ക് പോകാൻ പറ്റാത്ത സഹോദരിമാരിൽ ഇങ്ങേ പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് ദ്വാരക്ക്. ഇനി നമ്മുടെ വാപ്പ അങ്ങ് അകലെ മക്കയിലാ കിടക്കുന്നത്, ഖബറിന് പോകാൻ കഴിയില്ല എങ്കിൽ സുഹൃത്തെ കരഞ്ഞ് പ്രാർത്ഥിക്കുക, ഇവിടുന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ വാപ്പമാർ എവിടെയാ കിടക്കുന്നതെങ്കിൽ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക, എന്നിട്ട് അവരെ ഒന്ന് സന്ദർശിക്കുക, സിയാറത്ത് ചെയ്യുക, എന്നിട്ട് ദുആ ചെയ്യുക. അല്ലാത്ത സമയത്ത് എപ്പോഴും ദ്വാരക്ക്. പഠിച്ചോനെ എന്റെ വാപ്പക്ക് ഉമ്മക്ക് പുറത്തു കൊടുക്കണേയല്ല, അവരുടെ ദർജ വർദ്ധിപ്പിക്കണേയല്ല, അവരോട് ഞാൻ കാട്ടിക്കൂട്ടിയ ധിക്കാരങ്ങൾ എനിക്ക് പുറത്തു തരണേയല്ല, ഇത് പറയാം. അപ്പൊ അല്ലാഹു ബാറും ബിവാലിദൈൻ നിങ്ങളെപ്പറ്റി അങ്ങോട്ട് രേഖപ്പെടുത്തുന്നു. ഇതിനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇതെല്ലാവർക്കും കഴിയുമല്ലോ, അത് കഴിയാത്തൊരു ഭാരല്ല.
ഇത് കഴിയാത്തൊരു ഭാരല്ല, എടുത്താ പൊങ്ങാത്തൊരു ചുമടല്ല ഈ പറഞ്ഞത്. ഏതൊരാൾക്കും കഴിയാവുന്ന സംഗതിയാണ്. റസൂലുള്ളാഹിയുടെ നാട്ടിൽ നിന്നായി വരുന്നത് നുബുവത്തിന്റെ നാട്ടിലൂടെ കിട്ടിയ ഈ വാഗ്ദാനം പുലരും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതുകൊണ്ട് നമ്മൾ പോകുക, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, എന്നിട്ട് മരിച്ചുപോയ മാതാപിതാക്കളുടെ റൂഹ് നമ്മളോട് പൊരുത്തപ്പെടട്ടെ, ആ ഒരവസ്ഥയിലെത്തണം. എന്നിട്ട് ഈ വിഷയം സുദീർഘമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ വിഷയം ഒരുപാട് സംസാരിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ തൊട്ടടുത്ത വിഷയം ഒരല്പെങ്കിലും പറയാൻ ഞാൻ ബുദ്ധിമുട്ടാണ്. പടച്ചോനെ, എന്റെ മക്കളിൽ എനിക്ക് നീ നന്മ വരുത്തണേ അല്ലാഹ്. ഈ ഒരു പ്രാർത്ഥന ഉള്ളറിഞ്ഞ് വരണമെങ്കിൽ അവനും ഒരു ഉൾവിളി നിർബന്ധാണ്. എന്ത് മക്കളാര്, എന്തിനാണ് മക്കള്, ആരാണ് മക്കളെ തന്നത്, എന്തിനാ തന്നത് എന്ന ബോധമൊക്കെ ഉള്ളവനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നാട്ടിൽ നിന്ന് വരുള്ളൂ. എന്റെ മക്കളിൽ എനിക്ക് നീ നന്മ വരുത്തണേ എന്ന് ദുആ ചെയ്യണമെങ്കിൽ അത് വേണം. അതിന് മക്കൾ ആരാണോ എന്ന് മനസ്സിലാക്കിയെങ്കിലേ കഴിയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. മക്കളുടെ കൂട്ടത്തിൽ നമുക്ക് ശത്രുക്കളുണ്ട്, ഭാര്യമാരുടെ കൂട്ടത്തിൽ നമുക്ക് ശത്രുക്കളുണ്ട്. അവരെ നിങ്ങൾ കരുതിയിരിക്കണം. അതെങ്ങനെയാ വരിക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ചിത്രം ഞാൻ വിശദീകരിക്കും. ഒരുപാട് ചെറിയ ഉദാഹരണങ്ങൾ വെച്ചിട്ട് മുഴുവൻ നമുക്ക് എന്തായാലും ഖുർആന്റെ ആശയങ്ങൾ പറയാൻ പറ്റില്ല. ചെറിയ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കടന്നു വരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മക്കളെന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഒരു വരദാനമാണ്. മക്കൾ നമ്മൾ കാശ് കൊടുത്തിട്ട് കിട്ടിയതല്ല. യഹബു ലിമൻ യശാഉ ഇനാഫ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസബ്ബിദുഹും ദുക്റാനൻ വഇനാഫ വയജഅലു മൻ യശാഉ അഖീമാ. ചിലർക്കല്ല പെൺകുട്ടികളെ മാത്രം കൊടുക്കും, ചിലർക്കല്ല ആൺകുട്ടികളെ മാത്രം കൊടുക്കും, ചിലർക്കല്ലാഹു ആണും പെണ്ണും കൊടുക്കും, ചിലർക്കല്ലാഹു ഒരു തരി പോലും ആണായിട്ടും പെണ്ണായിട്ടും കൊടുക്കില്ല. 4 ശൈലിയല്ലേ ഇപ്പൊ ഇതിലുള്ളൂ. അത് 4 ആ ആയത്തിലുണ്ട്. ഓരോ ആയത്തിൽ അത് 4 ഉണ്ട്. പെൺകുട്ടികൾ മാത്രമുള്ളത് അതാ ആദ്യം തന്നെ പറഞ്ഞത്. കാരണം അതുകൊണ്ട് ഇനി ഒരു ചടപ്പ് തോന്നുന്നുണ്ടാവും. അള്ളാഹ് ആദ്യം തുടങ്ങിയത് തന്നെ അതാ. യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ. പുരുഷന്മാരെ ആൺകുട്ടികളെ മാത്രം കൊടുക്കും, ചിലർക്ക് അല്ലാഹു കൊടുക്കുന്നതാ. അതിനൊക്കെ കുറെ രഹസ്യങ്ങളും സിറുകളും പറയാനുണ്ട്. അമ്പിയാക്കളുടെ ചരിത്രത്തിലേക്ക് കടന്നാൽ നമുക്കത് കാണാനും കഴിയും. അതൊന്നും പറയലല്ല ഇപ്പോൾ എന്റെ ലക്ഷ്യം. മാതാപിതാക്കളാകുന്ന നമുക്ക് മക്കളെ തന്നത് നമ്മളൊരു കാശും പടച്ചോന് കൊടുത്തല്ല, വെറുതെ കണ്ട് കിട്ടിയതാ അല്ലേ? യഹബു, പടച്ചോൻ വെറുതെ തരാൻ. ഇത് പടച്ചോൻ തന്നെങ്കിലേ കിട്ടുകയുള്ളൂ. അതുകൊണ്ടല്ലേ ലക്ഷങ്ങൾ കോടികൾ ഇതിന് ചെലവാക്കാൻ മനുഷ്യർ തയ്യാറാണ്. കുട്ടികളില്ലാത്തവരൊരു കുഞ്ഞിക്കാല് കാണാൻ നടക്കൂല. അള്ള തന്നെങ്കിലേ ഉള്ളൂ. അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകട്ടെ. സദസ്സിലുണ്ട് അത്തരം നേറുന്ന പ്രശ്നക്കാർ. കാരണം പലരും സദസ്സിലിരിക്കുന്നവരെ ഞാൻ അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകട്ടെ, മക്കളെ നൽകി സന്തോഷിപ്പിക്കട്ടെ. അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ മക്കളില്ലാതെ ഒരു മക്കളെ പോലും അള്ളാഹു കൊടുക്കില്ല. അതും ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനത്തെ ആളുകൾ വേദനിക്കൊന്നും വേണ്ട. ചിലപ്പോൾ അള്ളാഹു അങ്ങനെയായിരിക്കും അനുഗ്രഹം കണക്കാക്കിയത്. നമ്മൾ എത്ര ദ്വാരന്നാലും പടച്ചവന്റെ കണക്കിൽ മറ്റൊന്നാണ് നമുക്ക് നിഅമത്തും റഹ്മത്തും ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഭവിക്കട്ടെ. അതാ വേണ്ടത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇല്ലാത്തവർക്ക് അത് കൊടുത്തവരുടെ മനസ്സിനെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ. അപ്പൊ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ വലിയൊരു ഭാഗ്യമാണ്. മക്കളും സമ്പത്തും അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അത് ഐഹിക ജീവിതത്തിന്റെ അലങ്കാരാണ്. അലങ്കാരം. ഈ അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? വലിച്ചെറിയാനുള്ളത് നല്ല അതിന്റെ അർത്ഥം. അത് നാളത്തേതിൽ വരും. അലങ്കാരം എന്ന് പറയുന്നതൊക്കെ വലിച്ചെറിയാനുള്ളതല്ല. അലങ്കാരം ഖൈറുവാക്ക ഷർറുവാക്ക. ഖൈറാകുമ്പോ അലങ്കാരാണ്, ഷർറാകുമ്പോ ആഡംബരമാണ്. അവിടെയാണ് സീനത്തി എന്ന പദം. ആ പദം ഷർറിൽ മാത്രമല്ല ഉപയോഗിക്കുക, ഖൈറിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കൾ നിങ്ങളുടെ പരീക്ഷണമാണ്. പരീക്ഷണമാണ് മക്കള്. ഫിത്നയാണെന്ന് പറഞ്ഞു. ഫിത്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കുഴപ്പമാണ് മക്കൾ എന്നല്ല. മക്കൾ നിങ്ങൾക്കൊരു പരീക്ഷണം. അത് ഹൈറാക്കണമെങ്കിൽ ഹൈറാക്കാം, ഷർറാക്കണമെങ്കിൽ ഷർറാക്കാം.
അതിനനുസരിച്ചാണ് നിങ്ങളുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്, ഖൈറും ശർറും തീരുമാനിക്കപ്പെടുന്നത്. നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മക്കളുടെ കാര്യത്തിൽ ബേജാറുള്ള ഒരാള് നിർബന്ധമായും അയാൾ പ്രാർത്ഥിക്കും, എന്റെ മക്കളിൽ എനിക്ക് നീ നന്മ വരുത്തണേ അല്ലാഹ്. ദുആ ചെയ്യപ്പെടും. ദ്വാരക്കുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് ഈ ദുആ ഒരിക്കലും വിട്ടുപോകരുത്. എന്താ ചെയ്യേണ്ടത്? വാപ്പാദ്യമായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം, ഈ മക്കൾക്ക് വേണ്ടി എപ്പോഴും വാപ്പയും ഉമ്മയും ദുആ ചെയ്തുകൊണ്ടിരിക്കണം, നല്ലതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ മുമ്പ് മാതാപിതാക്കൾ മക്കളെ നിർബന്ധമായിട്ട് സംസ്കാരം പഠിപ്പിക്കണം. നേരത്തെ സുലൈമാൻ ഉസ്താദ് പറഞ്ഞല്ലോ, ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കണം. എത്ര വാപ്പമാരുണ്ട് ഉസ്താദ് ആ പറഞ്ഞ ഉപദേശം എത്ര വലുതാ. എത്ര വാപ്പാരുണ്ട് ഇപ്പൊ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ആലോചിക്കുക. 5 6 ആൺകുട്ടികളൊക്കെ തന്നിട്ട് ഒരു കുട്ടിയെങ്കിലും കിതാബ് ഓതാൻ പോകുന്ന ഒരു കുട്ടി എനിക്ക് വേണം. ചിന്തിച്ചോ? പെട്ടെന്ന് കാശുണ്ടാക്കാൻ, പെട്ടെന്ന് മുതലാളിയാകാൻ എന്താ മാർഗം എന്ന് മാത്രമല്ലേ നമ്മൾ ആലോചിച്ചിട്ടുള്ളൂ നമ്മുടെ കുട്ടികളെ വെച്ച്. നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഇവിടെയാണ്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് വാപ്പ, മക്കള്, ഭാര്യ, ഭർത്താവ്, ഉമ്മ, ഉപ്പ എന്നൊക്കെ പറഞ്ഞ വിശുദ്ധമായ ബന്ധങ്ങള്, ഇത് വലിയൊരു മുതൽക്കൂട്ടാണ്. പക്ഷെ ഇതൊക്കെ നഷ്ടപ്പെട്ടതെന്താ? ലോകത്തെ മുഴുവൻ നിന്ന് നിയന്ത്രിക്കുന്നത് കമ്പോളമാണ്. എല്ലാം കമ്പോളവൽക്കരിക്കപ്പെട്ട യുഗത്തില് കുടുംബവും ഇന്ന് ആ ഒരു കുത്തൊഴുക്കിൽ കമ്പോളവൽക്കരിക്കപ്പെട്ടു. എല്ലാം നിയന്ത്രിക്കുന്ന അക്കങ്ങള് ഇതിനെയും നിയന്ത്രിക്കാൻ തുടങ്ങി. പെണ്ണ് കെട്ടുമ്പോഴും അക്കത്തിനാണ് പ്രാധാന്യം, അല്ലേ? പെണ്ണ് കെട്ടുമ്പോഴും അക്കത്തിനാണ് പ്രാധാന്യം. അക്കം നോക്കിയിട്ടാ പെണ്ണ് കെട്ടുന്നത്. എത്ര പവന് കിട്ടുന്നുള്ളതാണ്, എത്ര 1000 ഉറുപ്പിക കിട്ടുന്നുള്ളതാണ് നോട്ടാണ്. എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റിയ ഒരു പെണ്ണാണോ എന്ന് നോട്ടല്ല, എന്റെ കുഞ്ഞിന്റെ ഉമ്മയാകേണ്ടവളാണെന്ന് നോട്ടല്ല. മക്കളെ പോറ്റി വളർത്തുമ്പോഴും ഇവനെ കൊണ്ട് എനിക്ക് എങ്ങനെ ലാഭിക്കാമെന്ന ഒരൊറ്റ ചിന്ത മാത്രം. ദുന്യാവിലെ ലാഭങ്ങള് ആഹ്റത്തെക്കുറിച്ച് ആരെങ്കിലും ആലോചിച്ചോ? അക്കങ്ങളാണ് മക്കളെ പരിപാലിക്കുന്നിടത്തും, മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നിടത്തും, പെണ്ണ് കെട്ടുന്നിടത്തും, മാതാപിതാക്കളെ നോക്കുന്നിടത്തും, നോക്കാത്തിടത്തും, ഇവിടെയൊക്കെ നമ്മളെ നിയന്ത്രിക്കുന്നത് അക്കങ്ങളാണ്. ഈ ഒരു ദുരവസ്ഥ എന്നാണ് ഈ ഉമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്? എങ്കിലേ നമുക്ക് നന്നാകാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് നന്നാവാൻ പറ്റുള്ളൂ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ദ്വാരക്കുമ്പോൾ ആത്മാർത്ഥമായ ആമീൻ പറയാം. ഇടയ്ക്കിടെ ഖുർആനിക വചനങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ദ്വാരക്കുന്നത്. അപ്പൊ അത് അള്ളാഹു സ്വീകരിക്കാൻ നല്ല പ്രതീക്ഷ ഉള്ളൊരു സമയം. അപ്പോ മനസ്സറിഞ്ഞിട്ട് ആമീൻ പറയണം. അള്ളാഹുവേ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ, അള്ളാഹുവേ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ, പടച്ചോനെ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. മക്കളോടുള്ള ബാധ്യത റസൂലുള്ളാഹി തങ്ങളെ മക്കൾക്ക് വാപ്പമാരോടുള്ള ബാധ്യതകളെ പറഞ്ഞപ്പോൾ സദസ്സുന്ന ഒരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഒരു കുട്ടി വാപ്പക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് തിരിഞ്ഞു നബിയെ. ഇനി വാപ്പ മോനോട് എന്തൊക്കെ ചെയ്യണമെന്ന് പറയൂ നബിയെ. അതിലൊരു പ്രധാനമായ ഒന്ന് ചുരുക്കി അങ്ങോട്ട് പറയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹ്സിനസ്മഹു വയുഹ്സിന അദബഹു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ പറഞ്ഞത്? നല്ല ഒരു പേരിട്ട് കൊടുക്കാം. പേര് ചുരുക്കുള്ള ഒരു പേരായിരിക്കണം എന്ന് പറഞ്ഞാല് അർത്ഥവും ചുരുക്കമൊക്കെ ഉള്ള ഒരു പേര്, നല്ലൊരു പേര്. ഇനി അർത്ഥം ഇല്ലെങ്കിലും അർത്ഥമുള്ള നല്ലൊരു പേര്, അതാ നല്ലത്. അർത്ഥം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ദുഷിച്ച അർത്ഥങ്ങളാകാതെ ഇതിനു വേണ്ടി പഠിക്കുക. നല്ല അർത്ഥമുള്ള നല്ല പേരുകൾ, അത് അറബി പേരുകളൊക്കെ ഏറ്റവും നല്ല പേരുകളാണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ പോലെയുള്ളവർ പറഞ്ഞത് നമുക്ക് കാണാം. എപ്പോഴും നമ്മൾ കേൾക്കുന്ന വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ഇതിനൊന്നും ഒരു വിഷയവുമില്ല, ഇതിനൊന്നും ഒരു പ്രാധാന്യം ജനങ്ങൾ കൽപ്പിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പേര്, ആ പേരിടാൻ നമ്മളെ സ്വാധീനിക്കുന്നത് ചിലപ്പോൾ ഒരു നടനായിരിക്കും, ഒരു നടിയായിരിക്കും, അല്ലെങ്കിൽ കളിത്താരങ്ങളായിരിക്കും. ഇവരൊക്കെയാണ്, അവരോടൊക്കെ ഉള്ള ഭ്രമമാണ് നമ്മുടെ മക്കൾക്ക് പേര് വെക്കാൻ നമ്മെ സ്വാധീനിക്കുന്നതെങ്കിൽ അക്കുട്ടികളൊക്കെ പിന്നെ അങ്ങനെ ആയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത് കൂട്ടത്തിൽ ശ്രദ്ധിക്കാം. നല്ലൊരു പേര് കൊടുക്കുക. പിന്നെ വയുസ്സിനാദബഹു, അദബ് പഠിപ്പിക്കണം, മര്യാദ പഠിപ്പിക്കണം, സംസ്കാരം പഠിപ്പിക്കണം കുട്ടിക്ക്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു എന്ന് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഅൻ യുഅദ്ദിബ അഹദുക്കും വലദഹു. ഒരാൾ അവന്റെ കുട്ടിക്ക് ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ഖൈറുൽ ലഹു, അതവൻ ഉത്തമമാണ് കേട്ടോ. മിൻ അൻ യതസദ്ദഖ കുല്ല യൗമിൻ ബിനിസ്ഫി സാഇൻ അലൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്ക്, ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ എല്ലാ ദിവസവും അരപ്പാഴ് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലാർഹമാണത്. ഒരു 1.25 കിലോ അരി
എല്ലാ വീട്ടിലും ഒരു ദിവസം എത്തിക്കുന്ന ഒരാളുണ്ട് എന്ന് വെക്കുക. അതിനേക്കാൾ ഹൈറാണ് തന്റെ മോന് സംസ്കാരവും അതും പഠിപ്പിക്കലും. എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് ഈ കാര്യം? മക്കളുടെ കാര്യം നിസ്കരിക്കുമ്പോൾ മക്കളെ കൂടെ കൂട്ടി നിസ്കരിച്ചിരുന്ന നമ്മുടെ വാപ്പാരെ നമുക്ക് ഓർമ്മണ്ടല്ലേ? പള്ളിക്ക് പോകുമ്പോൾ കൈയും പിടിച്ചു കൊണ്ടുപോയിരുന്ന വാപ്പാരെ നമുക്ക് ഓർമ്മയുണ്ട്. നിക്കറിന്റെ സദസ്സിലേക്ക് പോകുമ്പോൾ വാപ്പ മക്കളെ കൈയും പിടിച്ചു പോകുന്നത് ഓർമ്മയുണ്ട്. നമ്മൾ എത്ര പേര് പോകാറുണ്ട്? മരണവീട്ടിൽ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത്, മരണവീട്ടിൽ പോകുന്ന സമയത്ത് രോഗമായി കിടക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ അവിടെയൊക്കെ മക്കളെ കൂട്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങള്, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങള് ഈ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ എത്ര പേര് ശ്രമിക്കാറുണ്ട്? മക്കളിൽ ഒരു ആത്മീയത വളർത്തിയെടുക്കാൻ നമ്മൾ എത്ര പേര് അവസരം കാണാറുണ്ട്? ഒരു സയ്യിദിന്റെ അടുത്ത് പോയി ദ്വാരപ്പിക്കുക, ഒരു പണ്ഡിതന്റെ അടുത്ത് കൊണ്ടുപോയി ദ്വാരപ്പിക്കുക, ഒന്ന് മന്ത്രിപ്പിക്കുക, അതൊക്കെ എത്ര ആളുകൾ ചെയ്യാറുണ്ട്? നമ്മുടെ സ്വന്തം കാര്യം എന്നതിലുപരി മക്കളുടെ കാര്യം എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? ഞാൻ പറയുന്നു, മക്കളിൽ ആത്മീയത വളർത്താൻ ആവശ്യമായ എല്ലാം നമ്മൾ സംഭവിക്കണം. നമ്മളാണ് അവർക്കത് പഠിപ്പിക്കുന്നത്. നമ്മുടെ സാഹചര്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മക്കളുടെ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്, സംസ്കാരം ഉരുത്തിരിഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹഫിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഏതൊരു കുഞ്ഞും ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോ ശുദ്ധ പ്രകൃതിയിലാണ് ആ കുഞ്ഞ് ജനിച്ചു വീഴുന്നത്. ആ കുഞ്ഞിനൊരു കറയുമില്ല. പിന്നെ അവന്റെ മാതാപിതാക്കളാണ് അവനെ ധൂപനാക്കുന്നത്. ഔ യുനസ്സിറാനിഹി, അല്ലെങ്കിൽ അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്. ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ അവനെ തീയാരാധകനാക്കുന്നത്. മാതാപിതാക്കളുടെ സാഹചര്യം കണ്ടിങ്ങനെ വളരുമ്പോ അവർക്കനുസരിച്ച് ഈ കുട്ടികളായി പോകുന്നു. അവർക്കതിൽ വലിയ സ്വാധീനമുണ്ട്. ഈ ഹദീസ് എന്താ സുഹൃത്തെ നമ്മളെ പഠിപ്പിച്ചത്? ഇതിന്റെ അർത്ഥം കേവലം ജൂതനും ക്രിസ്ത്യാനിയും തീയാരാധകനും ആക്കുന്നു എന്ന് മാത്രമല്ല. ഈ ഹദീസ് ഒന്ന് ചുരുക്കി വായിക്കണം നമ്മൾ. നബി തങ്ങൾ ഈ പറഞ്ഞതിന് വലിയ ഒരർത്ഥമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്താണ് ആ അർത്ഥം എന്നറിയോ? മാതാപിതാക്കളുടെ സാഹചര്യത്തിന്റെ അടിമയാണ് മക്കളോ, അതിന്റെ അർത്ഥം. മാതാപിതാക്കളുടെ സാഹചര്യങ്ങൾ മക്കളെ വല്ലാതെ സ്വാധീനിക്കും. അപ്പൊ കേവലം ദൂതനാകുന്നത് മാത്രമല്ല, കള്ളക്കടത്തുകാരന്റെ മക്കൾ അവനെ വെല്ലുന്ന കള്ളക്കടത്തുകാരാകുന്നു. അഴിമതിക്കാരൻ, രാഷ്ട്രീയക്കാരന്റെ മക്കൾ അവനെയും തോൽപ്പിക്കുന്ന അഴിമതിക്കാരനാകുന്നു. മോഷ്ടാക്കളുടെ മക്കൾ മോഷ്ടാക്കളായി വളരുന്നു. തെറിപൂരങ്ങൾ പറഞ്ഞു നടക്കുന്നവരുടെ മക്കൾ അതേ വഴിയിൽ വരുന്നു. ഗുണ്ടാസംഘ തലവന്മാരുടെ മക്കൾ അതേ വഴിയിൽ നീങ്ങുന്നു. അതെ, ഇതൊക്കെ മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന സാഹചര്യങ്ങളാണ്. മാതാപിതാക്കളുടെ സാഹചര്യങ്ങളാണ് കുട്ടികളിലെ സംസ്കാരം ഉരുത്തിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ മക്കളുള്ള ദമ്പതികളെക്കാൾ, മക്കളില്ലാത്ത ദമ്പതികളെക്കാൾ മക്കളുള്ള ദമ്പതികൾ ജാഗ്രത കാണിക്കണം. മക്കളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും അശ്ലീലം കാണാനോ ചെയ്യാനോ പാടില്ല. മക്കളോടൊപ്പം ഒരുമിച്ചിരുന്ന് ചീത്തയായ ചിത്രങ്ങൾ കാണാറുണ്ടോ നിങ്ങൾ? കാണാൻ പാടില്ല ഒറ്റക്കാണെങ്കിൽ. മക്കളോടൊന്നിച്ച് കാണാറുണ്ടോ? നിങ്ങൾ മാത്രമല്ല കേട്ടോ പിഴക്കുക. നിങ്ങൾ മാത്രം പിഴച്ചിട്ട് രക്ഷപ്പെടുമെന്ന് കരുതണ്ട. നിങ്ങൾ പിഴപ്പിച്ച നിങ്ങളെ മക്കളില്ലേ, അവർ പറയും, പടച്ചോനെ എന്റെ അയൽ വീട്ടിൽ നല്ല ഒരു ഉപ്പയുണ്ടായിരുന്നു, ആ ഉപ്പയുടെ സാഹചര്യം കണ്ട് ഈ എന്റെ അയൽ വീട്ടിലെ കുഞ്ഞുങ്ങൾ എന്റെ കൂട്ടുകാരും കൂട്ടുകാരികളും ജീവിച്ചപ്പോ അവര് സ്വർഗത്തിലാണെന്നുള്ളത് ആ വാപ്പയും മക്കളും. എന്ത് സന്തോഷത്തിലാണ് ആ കുടുംബ സംഗമം അവിടെ ഒരുങ്ങിയിരിക്കുന്നത്. വാപ്പയുണ്ട്, മക്കളുണ്ട്, കെട്ടിയോളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. എന്തൊരു സന്തോഷമാണ് പടച്ചവനെ. എന്നാൽ ഞാൻ ഇക്കോലത്തിലായത് ഇശാമഗ്രിബിന്റെ ഇടയിൽ എന്റെ വീട്ടിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടില്ല. എന്റെ വാപ്പയുമ്മയും വാപ്പയോടുന്നത് ഞാൻ കേട്ടില്ല. എന്റെ വാപ്പയുമ്മയും പ്രഭാഷണ സീഡികൾ ശ്രദ്ധിക്കുന്നത് ഞാൻ കേട്ടില്ല. എന്റെ വാപ്പയുമ്മയും ഇതുപോലുള്ള സദസ്സുകളിൽ വന്നിരുന്നിട്ടില്ല, നല്ല വേദികളിൽ പോയിട്ടില്ല. അതുകൊണ്ട് പടച്ച റബ്ബേ, എന്നെ പഠിപ്പിച്ചത് ഇശാമഗ്രിബിന്റെ ഇടയിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ എന്റെ വല്യമ്മയടക്കം, എന്റെ വല്യപ്പയടക്കം, എന്റെ വാപ്പ
വാപ്പയും ഉമ്മയും വിഡ്ഢിപ്പെട്ടിയുടെ മുമ്പിലിരുന്നിട്ട് അശ്ലീല ചിത്രങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സീരിയലുകളുടെയും റിയാലിറ്റി ഷോകളുടെയും എപ്പിസോഡുകളുടെ പിന്നിൽ അവർ സമയം കൊല്ലുകയായിരുന്നു. ഞാനും അതുപോലെ ഒരു മൃഗമായി തീർന്നു. അല്ല, മൃഗത്തെക്കാൾ വഷളായി തീർന്നു ഞാൻ. പടച്ചവനെ, അതുകൊണ്ട് റബ്ബനാ അരിനല്ലദൈനി വല്ലനാ മിനൽ ജിന്നി വല്ലും. പടച്ചവനെ, ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞ രണ്ടാളുകളെ, ഞങ്ങളെ മാതാപിതാക്കളെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റബ്ബേ. ഒന്നിനുമല്ല നജൽഹുമാ തഹ്ത അഖ്ദാമിന. ഈ നരകത്തിലെ ചൂടിൽ നിന്നൊരാശ്വാസം കിട്ടുമോ എന്ന് നോക്കാൻ, അവരുടെ നെഞ്ചത്തൊന്ന് കയറിയിരിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഭൗതികമായ അറിവ് മാത്രം കൊടുത്തു. ഡിഗ്രിയുണ്ട്, ബിരുദാനന്തര ബിരുദമുണ്ട്, എല്ലാമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു വാക്കിന്റെ അർത്ഥം പോലും അവനറിയില്ല. ആ ഖുർആനൊന്നും നടത്തിയതാൻ പോലും അവനറിയില്ല. നിങ്ങൾ കെട്ടിയ പെണ്ണിനും അതറിയില്ല. നിങ്ങളെ വീട്ടിലെ സാഹചര്യം തന്നെ ഇതിനെതിരാണ്. ഇങ്ങനെയാണെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് ഇവരൊക്കെ നമുക്കെതിരെ സാക്ഷി പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചോ സഹോദര, എന്തേ നമ്മൾ ഈ മക്കളോട് ചെയ്ത തെറ്റ്? നിങ്ങളിപ്പോ ഇന്നാലോചിച്ചോ, എന്തേ ഈ മക്കളോട് ഞാനും നിങ്ങളും ചെയ്ത തെറ്റ്? അവർ ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. ആണോ നമ്മൾ ചെയ്ത തെറ്റ്? തലക്കുന്നോട് ചിന്തിച്ചോ, എന്തേ ഈ മക്കളോട് നമ്മൾ ചെയ്ത തെറ്റ്? അവർ ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. എന്ത് സൗകര്യം വേണ്ടത് ഒരുക്കി കൊടുത്തു. തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന നിലക്ക് അവരെ നമ്മൾ പോറ്റി വളർത്തി. അവരുടെ ആഗ്രഹത്തിനൊത്ത് നമ്മൾ ഉയരുകയും താഴുകയും ചെയ്തു. ഇല്ലേ? നമ്മൾ നമ്മുടെ മക്കളോട് എന്ത് തെറ്റ് ചെയ്തു സുഹൃത്തെ? അതുകൊണ്ട് മക്കൾ നന്നാക്കുന്ന കാര്യം ശരിക്കും ശ്രദ്ധിച്ചോ. അവർ നിക്കരിച്ചോ നോക്കണം, അവർ നോമ്പ് വെച്ചോ നോക്കണം, അവർ ഖുർആൻ ഓതിയോ നോക്കണം, അവരുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഇവർക്കൊക്കെ വാങ്ങിക്കൊടുത്തു, ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുത്തു, പേനരിക്കാതെ ഉറുമ്പരിക്കാതെ അവരെ വളർത്തിയെടുത്തു. എന്താണ്? ഒന്നിനും ഒരു നിയന്ത്രണമല്ല. ആഹാരം, ഡ്രസ്, പോക്കറ്റ് മണി, എന്ത് ചോദിച്ചാലും നമ്മൾ കൊടുത്തു. എല്ലാം കൊടുത്തു. അവർക്ക് വേണ്ടി കൊടും ത്യാഗങ്ങൾ നാം സഹിച്ചു. പൊള്ളുന്ന വെയിൽ കൊണ്ടു, കോച്ചുന്ന മഴ കൊണ്ടു, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അറേബ്യയുടെ കത്തുന്ന മണലും പൊള്ളുന്ന വെയിലും ആ മക്കൾക്ക് വേണ്ടി നമ്മൾ സഹിച്ചു. ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥയായിരിക്കും. ഒന്ന് ആലോചിച്ചോ. എല്ലാം അങ്ങ് കഴിഞ്ഞു. അവസാനം നാം വീട്ടിൽ വന്നിരിക്കുമ്പോ ഈ മക്കളുടെ അവസ്ഥ എന്തായി? ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ചോരത്തിളപ്പിന്റെ കാലത്ത് ഉത്തരവാദിത്വങ്ങളുടെ തീച്ചൂള നമ്മുടെ പെരടിയിലുണ്ടായിരുന്നത് അതാണ്. അന്ന് എപ്പോഴും ഉത്തരവാദിത്വങ്ങൾ, എപ്പോഴും എല്ലാവരുടെയും ഫോൺ വിളികൾ, ഒരു 100 കൂട്ടം അവലാദികൾ, കേസുകൾ. ആ ഉത്തരവാദിത്വങ്ങളുടെ തീച്ചൂളയിൽ കിടന്ന് നമ്മൾ വെന്തിരിഞ്ഞു. ഒന്നും പറയാനും ചെയ്യാനും ചെയ്തു തീർക്കാനും ഒന്നും നമുക്ക് കഴിഞ്ഞില്ല. മക്കള് നമ്മുടെ മക്കളാക്കി വളർത്താനും കഴിഞ്ഞില്ല. നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി പോയത് അവിടെയാണ്. അങ്ങനെ ചോരത്തളപ്പിന്റെ കാലത്ത് ഉത്തരവാദിത്വങ്ങളുടെ തീച്ചൂള. അത് കഴിഞ്ഞ് വയസ്സാം കാലത്ത് വീട്ടിൽ വന്നിരിക്കുമ്പോൾ മക്കളുടെ വായിൽ നിന്ന് വരുന്ന വിസർജനം, വായിൽ നിന്ന് വിസർജിക്കുന്ന തെറിപ്പൂരങ്ങളിൽ, അതിന്റെ ആ തെറിപ്പൂരങ്ങളുടെ തീപ്പൊരികളും അതൊരു ഭാഗത്ത്. ഇതൊക്കെ കഴിഞ്ഞാൽ സമാധാനായോ? 19 കൊല്ലല്ലേ മക്കളെ, നിങ്ങളെ സഹിച്ച് ഞാനങ്ങ് പൊയ്ക്കോളാന്ന് പറഞ്ഞ് മരിച്ചു പോകാൻ പറ്റുമോ? ഇല്ല. നാളെ പരലോകത്ത് വരുമ്പോ കത്തുന്ന, വിയർത്തൊലിക്കുന്ന, എരിയുന്ന പൊരിയുന്ന മഹ്ശറിൽ വഴിതെറ്റിച്ച മാതാപിതാക്കൾക്കെതിരെ മക്കളുടെ മുദ്രാവാക്യം എങ്ങനെ സഹിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിത്? അതുകൊണ്ട് മക്കളെ നന്നാക്കാൻ നോക്കിക്കോ. മക്കൾ നന്നാവുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെ ആവശ്യമാണ്. ഇരുലോക വിജയത്തിന് കാരണമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ആ മക്കൾക്ക് വേണ്ടി നന്മ കൊണ്ട് പ്രാർത്ഥിക്കുക. മക്കളുടെ പേരിൽ ഒരിക്കലും കേടായിട്ട് പ്രാർത്ഥിക്കരുത്. കുരുത്തം കെട്ടവനെ നീ നന്നാവൂല എന്ന് വാപ്പയും ഉമ്മയൊക്കെ പറയാറുണ്ട്. ചെയ്യരുത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് കരുതിയതാണ്. സമയം വൈകിയതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കരുത്. എന്തു പ്രശ്നമുണ്ടെങ്കിലും മക്കളെ നന്നാക്കണേ നാ ദ്വാരക്കേണ്ടത്. എതിരായി ദ്വാരക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാകരുത്. റസൂലുള്ള പറഞ്ഞു, ആ ഹദീസ് വായിച്ചിട്ട് ബറക്കത്തിന് അതിന്റെ അർത്ഥവും പറഞ്ഞു ദുആ ചെയ്തു പിരിയാ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, നിങ്ങൾക്കെതിരിൽ പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്കെതിരിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്.
വലാ തദൂ അലാ ഔലാദിക്കും, നിങ്ങളെ സ്വന്തം മക്കൾക്കെതിരെയും ദ്വാരക്കരുത്. വലാ തദൂ അലാ അംവാലിക്കും, നിങ്ങളുടെ മുതലുകൾക്കെതിരെയും പ്രാർത്ഥിക്കരുത്. പശു, ആട് ഇതിനെതിരെയൊക്കെ പ്രാർത്ഥിക്കുക, ശപിക്കുക, അതിനൊക്കെ ശപിച്ചുകൊണ്ടിരിക്കുക. വണ്ടിയെ ശപിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ മുതലുകൾ, വീടിനെ ശപിച്ചുകൊണ്ടിരിക്കുക. മുതലുകൾക്കെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. കാരണം ലാ തുവാഫിഖൂ മിനല്ലാഹി സഅതൻ യുസ്അലു ഫീഹാ അതാഉൻ ഫയസ്തജീബു ലക്കും. പേടിക്കണട്ടോ, ചില സമയങ്ങളുണ്ട്. ആ സമയം അങ്ങോട്ട് ഒത്തുവന്നാൽ അസമയത്ത് ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും. കുരുത്തം കെട്ടവനെ നീ നന്നാവൂല എന്ന് പറഞ്ഞത് ആ സമയത്തെങ്ങാനും ആയിപ്പോയാ പിന്നെ നിങ്ങളെ മകൻ ഒരിക്കലും കുരുത്തം പിടിക്കൂല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി കുരുത്തം കെട്ട വണ്ടി എന്ന് വാഹനത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ദേഷ്യം പിടിച്ച് പറഞ്ഞാൽ അത് ആ സമയത്തോട് ഒത്തുവന്നാൽ പിന്നെ അത് നന്നാവില്ല. ബിസിനസിനെ പഠിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നന്നാവില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ബോധം നമുക്കുണ്ടാവുക. ഈ 3 ബോധങ്ങൾ, സ്വന്തത്തെക്കുറിച്ചുള്ള ബോധം, ആദർശ ബന്ധം നിലനിർത്താനുള്ള ബോധം, അതുപോലെ തന്നെ മറ്റൊന്ന് പ്രിയപ്പെട്ട സഹോദര മാതാപിതാക്കളെ കുറിച്ചുള്ള ബോധം, മക്കളെ കുറിച്ചുള്ള ബോധം. ഈ 3 ബോധത്തിൽ നിന്ന്, ഈ 3 ഉൾവിളിയിൽ നിന്നുണ്ടാകുന്ന നിസ്വാർത്ഥമായ പ്രാർത്ഥന 40 കഴിഞ്ഞവരും കഴിയാതെ തന്നെ ഈ 3 സാഹചര്യങ്ങളുള്ളവരും എല്ലാവരും നടത്തണം. ഒരാവർത്തിയും കൂടെ പറയട്ടെ. റബ്ബി ഔസിഅനി അൻ അസ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഈ പ്രാർത്ഥന എപ്പോഴും ദായിമായി നടത്തിക്കൊണ്ടിരിക്കണം. സൂറത്തുൽ അഹ്ഖാഫ് 15. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.